കളിക്കളത്തിൽ അയാൾ വെറും ഒരു ഫുട്ബോളറായിരുന്നില്ല. സാക്ഷാൽ പെലെയുടെ സിംഹാസനത്തിലേക്ക് ബ്രസീൽ കാത്തുവെച്ച രാജകുമാരനായിരുന്നു. കാൽപാദങ്ങളിൽ മാന്ത്രികത ഒളിപ്പിച്ച കാനറികളുടെ സ്വന്തം സുൽത്താൻ. ഒടുവിൽ ഒരു ജനതയുടെ മുഴുവൻ കണ്ണീരൊഴുക്കിക്കൊണ്ട് നെയ്മർ ജൂനിയർ ആ പ്രഖ്യാപനം നടത്തിയിരിക്കുന്നു. ഞാൻ പരമാവധി ശ്രമിച്ചു, ഇനിയില്ല. മെറ്റ്ലൈഫ് സ്റ്റേഡിയത്തിന്റെ പുൽമൈതാനത്ത് 12 വർഷങ്ങൾക്ക് മുമ്പ് എവിടെയാണ് തുടങ്ങിയത് അവിടെ വെച്ച് തന്നെ തന്റെ അന്താരാഷ്ട്ര കരിയറിന് അയാൾ വിരാമമിട്ടിരിക്കുന്നു. പെലെയെയും റൊണാൾഡോയെയും റൊണാൾഡിഞ്ഞോയെയും നെഞ്ചിലേറ്റിയ മഞ്ഞക്കുപ്പായക്കാരുടെ 6ാം ലോക കിരീടം എന്ന സ്വപ്നം ബാക്കിയാക്കി നോർവേയോടുള്ള ആ അപ്രതീക്ഷിത തോൽവിക്ക് പിന്നാലെ നെയ്മർ പടിയിറങ്ങുകയാണ്. ബ്രസീലിന്റെ ചരിത്രത്തിലെ എക്കാലത്തെയും മികച്ച ഗോൾ വേട്ടക്കാരൻ എന്ന സമാനതകളില്ലാത്ത സിംഹാസനത്തിൽ ഇരുന്നു കൊണ്ട് ഫുട്ബോൾ ലോകത്തെ ഒന്നടങ്കം കണ്ണീരിലാഴ്ത്തി നെയ്മർ പടിയിറങ്ങി. ബ്രസീൽ ഫുട്ബോളിന്റെ ചരിത്ര പുസ്തകം തുറന്നാൽ സാക്ഷാൽ പെലെയ്ക്കും മുകളിലാണ് ഇന്ന് ഈ 34കാരന്റെ സ്ഥാനം. കാനറികൾക്കായി 130 അന്താരാഷ്ട്ര മത്സരങ്ങൾ, അതിൽ നിന്നും അടിച്ചുകൂട്ടിയത് 80 ഗോളുകൾ. ബ്രസീലിന്റെ പുരുഷ ടീമിനായി ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ ഗോൾ നേടിയ താരമെന്ന അജയ്യമായ റെക്കോർഡോടെയാണ് നെയ്മർ മഞ്ഞക്കുപ്പായം അഴിച്ചുവെക്കുന്നത്. 4 ലോകകപ്പുകൾ, 2 ഒളിമ്പിക്സ് മെഡലുകൾ, എന്നിട്ടും വിധി അയാൾക്കായി കരുതി വെച്ചത് കടുത്ത പരീക്ഷണമായിരുന്നു. ആ പരീക്ഷണങ്ങളുടെ ഒടുവിലത്തെ അധ്യായമായിരുന്നു നോർവെക്കെതിരെയുള്ള ഈ പ്രീ ക്വാർട്ടർ പോരാട്ടം. കാനറിയുടെ 6ാം ലോക കിരീടം എന്ന കോടിക്കണക്കിന് ആരാധകരുടെ സ്വപ്നം ഈ ഇരട്ട മത്സരത്തോടെയാണ് തകർന്നടിഞ്ഞത്. പരിക്കിന്റെ പിടിയിലായിരുന്ന നെയ്മർക്ക് മത്സരത്തിന്റെ ഭൂരിഭാഗം സമയവും സൈഡ് ബെഞ്ചിൽ ഇരിക്കേണ്ടി വന്നതാണ് ബ്രസീലിന് വിനയായത്. മറുവശത്ത് എർലിംഗ് ഹാലൻഡ് എന്ന ഗോൾ മെഷീൻ ഇരട്ട ഗോളുകളോടെ നോർവേയുടെ മാച്ച് വിന്നറായപ്പോൾ നെയ്മറില്ലാത്ത ബ്രസീൽ മൈതാനത്ത് താളം കണ്ടെത്താൻ പാടുപെടുകയായിരുന്നു. ഒടുവിൽ കളിയുടെ 67ാം മിനിറ്റിൽ കോച്ച് കാർലോ ആഞ്ചലോട്ടി നെയ്മറെ കളത്തിലിറക്കുമ്പോൾ ബ്രസീൽ ആരാധകർ വീണ്ടും ഒരു അത്ഭുതം പ്രതീക്ഷിച്ചു. ആ പ്രതീക്ഷ തെറ്റിക്കാതെ തനിക്ക് ലഭിച്ച പെനൽറ്റി വലയിലെത്തിച്ച് നെയ്മർ ബ്രസീലിന് ജീവശ്വാസം നൽകുകയും ചെയ്തു. എന്നാൽ 2ാം പകുതിയുടെ തുടക്കത്തിലെങ്കിലും നെയ്മർ വന്നിരുന്നെങ്കിൽ ഈ മത്സരത്തിന്റെ വിധി മറ്റൊന്നാകുമായിരുന്നു എന്ന് ഓരോ ആരാധകനും ഉറച്ചു വിശ്വസിക്കുന്നു. തോൽവിക്ക് ശേഷം കരഞ്ഞ കലങ്ങിയ കണ്ണുകളുമായി നെയ്മർ ആ മൈതാനത്തിരുന്നത് ഓരോ ആരാധകന്റെയും ഉള്ളിളക്കുന്ന കാഴ്ചയായി മാറി. 13ാം മിനിറ്റിൽ മത്സരത്തിൽ മുന്നിലെത്താനുള്ള സുവർണാവസരമാണ് ബ്രസീൽ നഷ്ടപ്പെടുത്തിയത്. ക്യൂനിയെ ബോക്സിൽ വീഴ്ത്തിയതിന് ലഭിച്ച പെനാൽറ്റി എടുത്ത ബ്രൂണോ ഗുയിമറാസിന് പിഴച്ചത് തിരിച്ചടിയായി മാറി. ഇത് ഗോളാക്കി മാറ്റാൻ ബ്രസീലിന് സാധിച്ചിരുന്നെങ്കിൽ മത്സരഫലം മറ്റൊന്നായനെ. 59ാം മിനിറ്റിൽ എൻട്രിക്ക് ലഭിച്ച സുവർണാവസരം നഷ്ടപ്പെടുത്തിയതും തിരിച്ചടിയായി. നിർണായക മത്സരത്തിൽ നെയ്മറെ കളത്തിറക്കാൻ വൈകിയത് ബ്രസീലിന്റെ തോൽവിയുടെ പ്രധാന കാരണമായി പറയാം. ബ്രസീലിന്റെ പ്രതിരോധത്തിലെ വിള്ളൽ തുടക്കം മുതൽ ചൂണ്ടിക്കാട്ടിയതാണ്. നോർവെക്കെതിരെ ഇത് കൃത്യമായി പ്രതിഫലിച്ചു എന്ന് പറയാം. എർലിംഗ് ഹാലൻഡ് നേടിയ 2ാം ഗോൾ ബ്രസീൽ പ്രതിരോധത്തിന്റെ വീഴ്ചയിൽ നിന്നാണ്. ഹാലൻഡിനെ കൃത്യമായി മാർക്ക് ചെയ്യാൻ അവസാന സമയത്ത് സാധിക്കാതെ പോയി. 2ാമത്തെ ഗോൾ ഹാലൻഡ് നേടുമ്പോൾ ബ്രസീൽ പ്രതിരോധം നോക്കുകുത്തിയായി. ഓപ്പൺ ചാൻസാണ് ഹാലൻഡ് ലഭിച്ചത്. ഇത് ബ്രസീൽ പ്രതിരോധത്തിന്റെ വീഴ്ചയായിരുന്നു. നോർവേ ഗോൾ കീപ്പറുടെ മികവ് ബ്രസീലിന്റെ തോൽവിയുടെ പ്രധാന കാരണമായി മാറി. 5 നിർണായകമായ സേവുകളാണ് നോർവേ ഗോളിയായ ഓർച്ചൻ ലാൻഡ് നടത്തിയത്. ഇതിൽ പെനാൽറ്റി സേവും ഉൾപ്പെടും. 14 ഗോൾ ശ്രമങ്ങൾ ബ്രസീൽ നടത്തി. 4 തവണ ലക്ഷ്യത്തിലേക്ക് ഷോട്ട് തൊടുത്തു. ഇതെല്ലാം സേവ് ചെയ്യപ്പെട്ടു. ബ്രസീലിന്റെ പ്രതിരോധത്തെ വലിയ പിഴവുകളും റാഫിഞ്ഞയുടെയും പക്വിച്ചയുടെയും പരിക്കും അതിലുപരി 5 നിർണായക സേവുകളുമായി കോട്ട കെട്ടിയ നോർവേ ഗോൾ കീപ്പർ ഓർച്ചൻ ലാൻഡിന്റെ തകർപ്പൻ ഫോം കൂടിയായപ്പോൾ ബ്രസീലിന്റെ വിധി കുറിക്കപ്പെട്ടു. ഒടുവിൽ അവസാന വിസിൽ മുഴങ്ങിയപ്പോൾ 6ാം കിരീടമെന്ന മോഹം പ്രീ ക്വാർട്ടറിൽ അവസാനിച്ച സങ്കടത്തിൽ കറഞ്ഞു കലങ്ങിയ കണ്ണുകളോടെ നെയ്മർ ആ മൈതാനത്തിരുന്ന കാഴ്ച ഓരോ ഫുട്ബോൾ പ്രേമിയുടെയും നെഞ്ചു തകർക്കുമായിരുന്നു. ഖത്തറിലെ ദുരന്തത്തിന് ശേഷം 4 വർഷങ്ങൾക്കിപ്പുറം വീണ്ടും ഒരു നോക്കൌട്ട് ശാപം ബ്രസീലിനെ വേട്ടയാടിയിരിക്കുന്നു. ഒപ്പം ഒരു സുവർണ്ണ കാലഘട്ടത്തിന്റെ പടിയിറക്കത്തിനും ഫുട്ബോൾ ലോകം സാക്ഷ്യം വഹിച്ചു. ചില പടിയിറക്കങ്ങൾ അങ്ങനെയാണ്. എത്രയൊക്കെ ശീലമാക്കാൻ ശ്രമിച്ചാലും ഫുട്ബോൾ ലോകത്തിന് അത് ഉൾക്കൊള്ളാൻ കഴിഞ്ഞെന്ന് വരില്ല. പെലെയ്ക്കും റൊണാൾഡിഞ്ഞോയ്ക്കും ശേഷം സാമ്പാദ്രത്വത്തിന്റെ ചുവടുകളുമായി ആ മഞ്ഞക്കുപ്പായത്തിൽ നമ്മളെ വിസ്മയിപ്പിച്ച ആ സുൽത്താൻ ഇനി രാജ്യാന്തര വേദികളിൽ ഉണ്ടാകില്ല. ആ കാലുകളിലെ മാന്ത്രികത കണ്ട് ഫുട്ബോളിനെ പ്രണയിച്ച ലക്ഷക്കണക്കിന് ആരാധകർക്ക് ഇതൊരു കളിയിലെ തോൽവി മാത്രമല്ല, ഒരു യുഗത്തിന്റെ അവസാനമാണ്. ലോക കിരീടമെന്ന ആ ഒരൊറ്റ സ്വപ്നം മാത്രം ആ കൈകളിൽ എത്തില്ലായിരിക്കാം. പക്ഷേ കളിക്കളത്തിൽ അയാൾ തന്ന ആനന്ദത്തിന്, ആ മാസ്മരിക ഡ്രിബ്ലിങ്ങുകൾക്ക് ബ്രസീൽ എന്ന പേരിനൊപ്പം നെഞ്ചോട് ചേർത്ത ആ വികാരത്തിന് പകരമായി മറ്റൊന്നുണ്ടാക്കില്ല. ജയപരാജയങ്ങൾക്കപ്പുറം, ട്രോഫികളുടെ എണ്ണത്തിനപ്പുറം കോടിക്കണക്കിന് മനുഷ്യരുടെ ഹൃദയത്തിൽ നീ തീർത്തൊരു സാമ്രാജ്യമുണ്ട് നെയ്മർ. അതിൽ എന്നും ഞങ്ങളുടെ ഒരേയൊരു രാജാവ് നീ മാത്രമായിരിക്കും. മെറ്റ്ലൈഫ് സ്റ്റേഡിയത്തിൽ കണ്ണീരോടെ നീ കളി അവസാനിപ്പിക്കുമ്പോൾ ലോകമെമ്പാടുമുള്ള ഫുട്ബോൾ പ്രേമികൾ നന്ദിയോടെ നിറഞ്ഞ കണ്ണുകളോടെ നിനക്കായി കൈയടിക്കുകയാണ്. താങ്ക് യു നെയ്മർ, താങ്ക് യു ഫോർ ദിസ് മെമ്മറീസ്. കാനറികളുടെ സുൽത്താന് വിട.